വൈകിട്ട് നമുക്കിത് ഇങ്ങനെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഗസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ചാച്ചൻ്റെ കസിൻ ബ്രദറാണ് ഇവൻ, ഡിച്ചെന്ന് ഞങ്ങൾ വിളിക്കണേ. അപ്പോൾ അവൻ ചൂണ്ടിടാനൊക്കെ പോയിട്ട് കറങ്ങി തിരിഞ്ഞ് വന്നതാണ്. ആൾ ഷാർജയിലാണ്, ലീവിൽ വന്നേക്കാണ്. 1 മാസം 2 മാസമൊക്കെ കഷ്ടിയാണ് ആൾ ലീവിൽ ഉണ്ടാകത്തുള്ളൂ. വന്നു കഴിഞ്ഞാൽ ആളുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ചൂണ്ടിടലാണേ. ആൾ അവിടെയും ചൂണ്ടിടാറുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടി ആയതുകൊണ്ടിട്ട് 2 എണ്ണവും കൂടിയിട്ട് ചൂണ്ടിടാനൊക്കെ പോയി വൈകിട്ടായപ്പോൾ വന്നിട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ അവരവൻ്റെ കുളത്തുകളുടെ, അതായത് ചൂണ്ടക്കുളത്തുകളുടെ ഒരു വലിയൊരു കളക്ഷൻ തന്നെയുണ്ട് പുള്ളിക്കാരൻ. അപ്പോൾ അതൊക്കെ കുഞ്ഞവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല നല്ല ഭംഗിയല്ലേ? എന്ത് രസോലെ കാണാനായിട്ട്. പിന്നെ മഞ്ഞ ഏതാന്ന് നിനക്കറിയാം മുടിവാര്? മഞ്ഞ ഏതാന്ന് കാണിച്ചോണ്ട് നീ എന്നാ തന്നെ. ഏത് അതെന്താ കളറത്? ഇന്നപ്പോ ചാച്ചനും ഇച്ചിനോട് പോയി പിടിച്ചിട്ടുണ്ടോ വന്ന മീനാണ്. മീന്റെ പേരാണോടാ? മീന്റെ പേരല്ല, ഇത് വെയിറ്റ് കൂടുതലായി. ഇത് നേരെ അടിക്കടലിലോട്ട് പോകും. വെള്ളത്തിന്റെ ഉള്ളിലോട്ട് ഏറ്റവും അടിയിലോട്ട് പോയിട്ട് അവിടുന്ന് മീൻ്റെ ആക്ഷൻ കൊടുത്ത് പൊക്കി വന്നു. അപ്പോൾ ഇത് മീൻ വന്ന് അറ്റാക്ക് ചെയ്യും. പ്രെഡേറ്റർ ഫിഷിംഗ്. വായിലൊക്കെ കർത്താവേ. കൊച്ചിന്റെ കൈ കയറും. ആ മുള്ളില് ഇതുണ്ടോ? അങ്ങനെ രാത്രി ആയിക്കഴിഞ്ഞപ്പോൾ ചാച്ചനും ടിച്ചനും കൂടിയിട്ട് ഇവക്കുട്ടന് പിസ്സ വേണമെന്ന് പറഞ്ഞിട്ട് പിസ്സ വാങ്ങിക്കാൻ പോയതാണ്ട്. നമ്മുടെ ആണെങ്കിൽ പിസ്സ കട്ട് ചെയ്യുന്ന സംഭവം ഒന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് ഈ കത്തിയും കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കാന്ന് ഓർത്തു. എങ്ങനെയുണ്ട് കുഞ്ഞുമണി?